നമസ്കാരം. വൃന്ദ ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2017-2018 വ്യാഴം അല്ലെങ്കിൽ ഗുരു എന്ന ഗ്രഹം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 12, 2017 വരെ വ്യാഴം കന്നിരാശിയിലാണ്. 2017 സെപ്റ്റംബർ 12 ശേഷം ഒരു വർഷം തുലാം രാശിയിലേക്ക് മാറും. കന്നിരാശിയിലെയും തുലാം രാശിയിലെയും വ്യാഴം നിങ്ങൾക്ക് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മേടൻ രാശി, അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗവും ചേരുന്നതാണ് മേടൻ രാശി. അവരുടെ 6ാം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴമുള്ളത്. അത് അസുഖങ്ങൾ, മാരീഡ് ലൈഫിൽ പ്രോബ്ലം, പണച്ചിലവ് എന്നിവ ഉണ്ടാക്കും. സെപ്റ്റംബർ 12, 2017 ശേഷം ഇവരുടെ 7ാം ഭാവത്തിലോട്ട് വ്യാഴം മാറും. അത് കല്യാണം കഴിയുന്ന ആളുകൾക്ക് കല്യാണം നടക്കാനും ബിസിനസ് ഉയർച്ചയ്ക്ക് പണം വന്നു ചേരാനും ജോലിക്കും യാത്രയ്ക്കുമെല്ലാം നല്ലതാണ്. ഇടവൻ രാശി, കാർത്തിക മുക്കാലും രോഹിണിയും മകീരത്തിൻ്റെ അരയും ചേരുന്നതാണ് ഇടവൻ രാശി. ഇടവൻ രാശിക്കാരുടെ 5ാം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴം. അതുകൊണ്ട് നല്ല ഭാഗ്യവും കുട്ടികൾക്ക് പഠിപ്പിൽ ഉയർച്ചയും ബുദ്ധിശക്തിയും പണവും എല്ലാം ഉണ്ടാവും. 2017 സെപ്റ്റംബർ 12 ശേഷം ഇവരുടെ 6ലോട്ട് വ്യാഴം മാറും. അത് ശാരീരിക ബുദ്ധിമുട്ട്, ശത്രുക്കൾ വർദ്ധിക്കുന്നതിനും വരുമാനം മുടങ്ങും. മിഥുനൻ രാശി, മകീരത്തിൻ്റെ അരയും തിരുവാതിരയും പുണർദത്തിൻ്റെ മുക്കാലും ചേരുന്നതാണ് മിഥുനൻ രാശി. ഇവരുടെ 4ാം ഭാവത്തിലാണ് വ്യാഴം ഇപ്പോൾ ഉള്ളത്. വീട്ടിൽ സന്തോഷവും വീട് പണിക്കും വാഹനം വാങ്ങാനും എല്ലാം നല്ല സമയമാണ്. സെപ്റ്റംബർ 12, 2017 ശേഷം 5ാം ഭാവത്തിലോട്ട് വ്യാഴം വരും. അത് ഇഷ്ടപ്പെട്ടയാളെ കല്യാണം കഴിക്കാനും നല്ല പേരും വിദ്യാഭ്യാസത്തിനും എല്ലാം നല്ലതാണ്. കർക്കിടകൻ രാശി, പുണർദത്തിൻ്റെ കാലും പൂയവും ആയില്യവും ചേരുന്നതാണ് കർക്കിടകൻ രാശി. അവരുടെ 3ാം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴമുള്ളത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഓവർ കോൺഫിഡൻ്റ് ഉണ്ടാവും. എല്ലാ കാര്യവും അത്ര നല്ലതായി പോവില്ല. സെപ്റ്റംബർ 12, 2017 ശേഷം അവരുടെ 4ാം ഭാവത്തിലോട്ട് വ്യാഴം വരും. അത് അവർക്ക് ബിസിനസ് ഉയർച്ചയും വീട് പണിക്കും വാഹന ഭാഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാവും. ചിങ്ങൻ രാശി, മകവും പൂരവും ഉത്രത്തിൻ്റെ കാലും ചേരുന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാരുടെ 2ാം ഭാവത്തിലാണ് വ്യാഴം. അത് എല്ലാ കാര്യത്തിനും നല്ല ലാഭമുണ്ടാക്കും. നല്ലപോലെ സംസാരിക്കാനുള്ള കഴിവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാക്കും. സെപ്റ്റംബർ 12, 2017 ശേഷം 3ാം ഭാവത്തിലോട്ട് വ്യാഴം വരും. അപ്പോൾ അത്ര നല്ലതല്ല. എല്ലാ കാര്യത്തിനും ഓവർ കോൺഫിഡൻറ്റും പഴി കേൾക്കേണ്ടതായിട്ട് വരും. കന്നിരാശി, ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിര അരയും ചേരുന്നതാണ് കന്നിരാശി. കന്നിരാശിക്കാരുടെ ജനിച്ച രാശിയിലാണ് വ്യാഴമുള്ളത്. അത് വിദ്യാഭ്യാസത്തിന് നല്ലതാണ്. ഹെൽത്ത് പ്രോബ്ലം വരും. സെപ്റ്റംബർ 12, 2017 ശേഷം 2ലേക്ക് വ്യാഴം വരും. അത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കും. തുലാം രാശി, ചിത്തിര അരയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും ചേരുന്നതാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് 12ാം ഭാവത്തിലാണ് വ്യാഴമുള്ളത്. ചിലവ് കൂടുതൽ, ഹെൽത്ത് പ്രോബ്ലം എന്നിവ ഉണ്ടാക്കും. എല്ലാ കാര്യത്തിലും തടസ്സം എന്നിവയും വരും. സെപ്റ്റംബർ 12, 2017 ശേഷം ജനിച്ച രാശിയിലോട്ട് വ്യാഴം വരും. അത് ഓവർ കോൺഫിഡൻസും ഹെൽത്ത് പ്രോബ്ലം വരും. വൃശ്ചികൻ രാശി, വിശാഖത്തിൻ്റെ കാലും അനിഴവും തൃക്കേട്ടയും ചേരുന്നതാണ് വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിക്കാരുടെ 11ാം ഭാവത്തിലാണ് വ്യാഴം. അത് ലാഭമുണ്ടാക്കും. എഡ്യൂക്കേഷൻ നല്ലതാണ്. പുതിയ കൂട്ടുകാരെ കിട്ടും. സെപ്റ്റംബർ 12, 2017 ശേഷം 12ലോട്ട് വ്യാഴം വരും. അത് ഹെൽത്ത് പ്രോബ്ലവും പണച്ചെലവ് എന്നിവ ഉണ്ടാക്കും. ധനുരാശി, മൂലവും പുരാടവും ഉത്രാടത്തിൻ്റെ കാലും ചേരുന്നതാണ് ധനുരാശി. ധനുരാശിക്കാരുടെ 10ാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത്. അത് നല്ല പേരും പുതിയ വീട് എന്തെങ്കിലും തുടങ്ങാനും നല്ലതാണ്. ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കും. സെപ്റ്റംബർ 12, 2017 ശേഷം 11ലോട്ട് വ്യാഴം മാറും. അത് ലാഭമുണ്ടാക്കും. മകരൻ രാശി, ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ അരയും ചേരുന്നതാണ് മകരൻ രാശി. മകരൻ രാശിക്കാരുടെ 9ാം ഭാവത്തിലാണ് വ്യാഴം. അത് ഭാഗ്യം വർദ്ധിക്കും. നല്ല ദൈവഭക്തിയും ഉണ്ടാവും. സെപ്റ്റംബർ 12, 2017 ശേഷം 10ാം ഭാവത്തിലോട്ട് വ്യാഴം വരും. അത് പുതിയ എന്തെങ്കിലും കാര്യം തുടങ്ങാൻ പറ്റും. കുംഭൻ രാശി, അവിട്ടത്തരയും ചതയവും പുരോറ്റാതി മുക്കാലും ചേരുന്നതാണ് കുംഭൻ രാശി. കുംഭൻ രാശിക്കാരുടെ 8ാം ഭാവത്തിലാണ് വ്യാഴം. അത് അസുഖങ്ങളും പണച്ചിലവ്, കാര്യതടസ്സം ഇവ വരും. സെപ്റ്റംബർ 12, 2017 ശേഷം 9ാം ഭാവത്തിലോട്ട് വ്യാഴം വരും. നല്ല ഭാഗ്യവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാവും. മീനൻ രാശി, പുരോറ്റാതി കാലും ഉത്രറ്റാതിയും രേവതിയും ചേരുന്നതാണ് മീനൻ രാശി. മീനൻ രാശിക്കാരുടെ 7ാം ഭാവത്തിലാണ് വ്യാഴം. കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാനും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനുമെല്ലാം പറ്റിയ സമയമാണ്. സെപ്റ്റംബർ 12, 2017 ശേഷം 8ലേക്ക് വ്യാഴം വരും. ഹെൽത്ത് പ്രോബ്ലം, ലൈഫ് പ്രോബ്ലം, കരിയർ പ്രോബ്ലം ഇവ ഉണ്ടാക്കും. ഇനി വ്യാഴത്തിനുള്ള റെമഡീസ്, പ്രതിവിധികളാണ്. വ്യാഴാഴ്ച ഉപവസിക്കുക, വ്യാഴാഴ്ച മഞ്ഞവസ്ത്രം ദാനം ചെയ്യുക, വീട്ടിൽ വ്യാഴാഴ്ച നെയ്വിളക്ക് കത്തിക്കുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും